എന്നെപ്പോലുള്ളവരെയൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും അധിക പ്രസംഗികളാക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എനിക്ക് മുൻപ് സംസാരിച്ചവരൊക്കെ പറഞ്ഞത്. ഞാനതിലേക്കും കടക്കത്തിൽ എന്തായാലും ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. എനിക്കറിയാം ഒരുപാട് ആളുകൾ നമ്മുടെ സംഘടന ക്ഷണിച്ചതുകൊണ്ട് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേരി സർവീസിൽ നിന്ന് വിരമിച്ച എനിക്ക് അതൊരു നിമിത്തമായിട്ട് മാത്രമേ ഞാൻ കാണുന്നു. ഒരുപാട് ആളുകൾ, ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ സഞ്ചരിച്ച വഴിയിലൂടെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഇങ്ങനെ സർവീസിലൊക്കെ വിരമിക്കുമ്പോൾ സംഘടനാ ഭാരവാഹികളെ നമ്മൾ വിളിച്ച് ആദരിക്കും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദിവസം ഒരു ഷോളൊക്കെ അണിയിക്കുമ്പോൾ ചിലപ്പോൾ ഇനി ഇവിടെ ഒന്നും കണ്ടുപോകരുത് ഞാൻ മറ്റൊരർത്ഥത്തിൽ പറയുക. അങ്ങനെ ആവണമെന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ആദരവോ ഒന്നുമല്ല, ഒരു ഇഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ ആകാവും. സംഘടന എന്ന് പറയുന്നത് നമ്മുടെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കപ്പെടേണ്ട ഒന്നല്ല. അത് നമ്മുടെ ജീവിതത്തിനൊപ്പം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സംഘടനയ്ക്ക് പകരം മറ്റൊരു സാധനം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഏത് ടെക്നോളജി വന്നു, മാറ്റം വന്നു, ഒക്കെ വന്നെങ്കിലും നമ്മുടെ അനുഭവമാണ്. ഞാനൊക്കെ സർവീസിൽ വരുന്നത് കൃത്യമായിട്ട് 1900 എൻ്റെ സർവീസ് പുരാണവും പറയുന്നില്ല, 82 ഡിസംബർ 13 ഈ മഞ്ചേരിയിൽ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് ഔദ്യോഗികമായിട്ട് വരുന്നത്. ഡിഗ്രി പഠനം 2ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. ഭാഗ്യവശാൽ അതിനിടയിൽ ഡിഗ്രി പഠനം പിന്നീട് പൂർത്തിയാക്കാൻ പറ്റി എന്നുള്ളത് അന്നത്തെ സാഹചര്യത്തിൽ പ്രധാനമായി. പക്ഷെ എൻ്റെ ബാച്ചിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഇതേ ഡിവിഷനിൽ നിന്ന് എത്ര പേരാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്? കേരളത്തിൽ നിന്നാകെ ഒരുപാട് പേര്. എന്റെ കണക്കിന് ഞാൻ യൂണിയൻ ഓഫീസിൽ PNTUസിൽ ഓരോ മാസവും റിട്ടയർ ചെയ്യുന്നതോടെ ഒരു പേര് എഴുതി വെക്കാറുണ്ട്. അത് പെൻഷൻ സംഘടനയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സംഘടനയിൽ നിന്ന് എത്ര ആളുകൾ പോയി, മെമ്പർഷിപ്പ് പ്രധാനമാണ്. നമ്മളിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ആളുകൾ എത്ര ഇതിലേക്ക് കടന്നു പോകുന്നു, ആ വന്നവരിൽ എത്ര പേർ ഈ സംഘടനയിൽ ചേർന്നു, വന്നവർ മുഴുവൻ ഈ സംഘടനയിൽ ചേരണമെന്ന നിർബന്ധ ബുദ്ധി, വാശിയൊക്കെ നമുക്കുണ്ടാക്കാറുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രവർത്തനം ഇന്ത്യയിലാകെ നടക്കുന്നത് കൊണ്ടായിരിക്കാം രാഷ്ട്രീയത്തിലും കക്ഷി രാഷ്ട്രീയത്തിലും ചിന്തകൾക്കൊക്കെ അധികമായി ഞാൻ പ്രവർത്തിച്ച സംഘടനയിൽ 80% ആളുകൾ ദേശീയ തലത്തിൽ ഉണ്ടാകുന്നു. കക്ഷി രാഷ്ട്രീയത്തിന്റെ സ്ഥിതിയൊക്കെ മറ്റൊന്നായിരിക്കാം. അതില് സഖാവ് VN പോലുള്ള എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, എല്ലാവരും പ്രിയപ്പെട്ടവരാണെങ്കിൽ ആ സഖാവൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പിത്തപാൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പകരം വെക്കാൻ ഇല്ലാത്ത ഏറ്റവും മുന്നണിയിൽ നിന്ന് ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരാള് ക്ഷണിച്ചിട്ട് വന്നാന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് വലിയ അംഗീകാരമാണ്. സംഘടനയ്ക്ക് അംഗീകാരമാണ്, നമുക്ക് അംഗീകാരമാണ്. ഞാനിവിടെ ഇരിക്കുന്നവരെ കുറിച്ച് ഇപ്പൊ സഖാവ് VN മോഹൻദാസിന്റെ ഉദാഹരണം, ഇപ്പോ മലപ്പുറം ജില്ലയിലെ ഒരു നേതാവ് എന്ന രീതിയിൽ മുന്നിൽ നിൽക്കുന്ന ആളല്ലെങ്കിൽ പോലും നമ്മുടെ ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇവിടെ വരുന്നു, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും എന്താ പറയാ, അത് നമ്മുടെ സംഘടനയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. വ്യക്തിപരമായിട്ട് എനിക്കുള്ളതല്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശരി എന്ന് അദ്ദേഹം ഇവിടെ വന്ന് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അഭിമാനാർഹമായ കാര്യമാണ്. പങ്കെടുത്തല്ല അവർ, ഞാൻ ഓരോരുത്തരെയും പേര് പറയുന്നില്ല. ഇബ്രാഹിം സാർ ഇവിടെ വന്നു. സാറ് ഇപ്പൊ ഞാൻ സാറിനെ കുറിച്ച് പല പരിപാടിയിൽ ഞാൻ കോമ്പയർ ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. സാറിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ലെന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പൊതുപ്രവർത്തനത്തിനിടയിൽ വീണ് കിട്ടുന്ന ചില ഇടവേളകളിലെ, അപ്പൊ സാറിന്റെ ഒരു പരിപാടി ഇവിടെ ഗുഡ്ബൈയിലല്ലേ സാർ നടന്നിരുന്നത്. പിന്നെ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, സാറിന് നിങ്ങൾക്കെല്ലാം അറിയാം, ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനോരോഗ വിദഗ്ധൻ, ഏറ്റവും തിരക്കുള്ള കാര്യം, മെഡിക്കൽ കോളേജിലെ ജോലി, അത് കഴിഞ്ഞ് ക്ലിനിക്കിലുള്ള ജോലി, അതേപോലെ 1ാം തരം എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ കവിയാണ്. ഞാനൊരു ദിവസം എൻ്റെ ഒരു ബന്ധു വീട്ടിൽ, പ്രഭാകരൻ നായരുടെ വീട് ഇവിടെ പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടപ്പുറത്താണ്, എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. ഞാൻ അതിൽ നടന്നു പോകുമ്പോൾ ഒരു ദിവസം അവിടെ കയറിയപ്പോൾ സാർ അവിടെ തിണ്ണയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ ക്ലാസ് എന്തൊക്കെ ചെയ്തു. പ്രഭാകരൻ നായരുമായി ഡിസ്കസ് ചെയ്തു. പ്രഭാകരൻ നായർ പഴയ ഒരു പോസ്റ്റൽ ജീവനക്കാരനാണ്. അദ്ദേഹം ഒരു സൂപ്രണ്ടിനോട് എന്തോ കാർക്കശ്യത്തോടു കൂടി സംസാരിച്ചു എന്ന് പറഞ്ഞു വയനാട്ടിൽ നിന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞ് ജോലി കളഞ്ഞു. അപ്പൊ സാറ് കവിത കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംഗലേയ ഭാഷയിൽ 1ാം തരം കവിതകൾ എഴുതുന്ന, അത് അനുഭവിച്ചറിഞ്ഞോളാം അറിഞ്ഞവരാണ് നമ്മൾ. കനിമൊഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിലുള്ള കരുണാനിധിയുടെ
കനിമൊഴിയുടെ കവിതകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഞാൻ പറഞ്ഞതൊന്നുമല്ല, എം ടി വാസുദേവൻ നായരായിരുന്നു അന്ന് സാറിൻ്റെ പരിപാടിക്ക് വന്നത്. ഞാനിത് കോമ്പയർ ചെയ്യാൻ നിൽക്കുകയാണ്. സാറിന് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. സാർ എന്നോട് പറഞ്ഞു ചെറിയൊരു സസ്പെൻസ് ഇല്ലേ എന്താണെന്ന് ചോദിച്ചപ്പോൾ എം ടി സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എം ടിയെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ അറിയാം, നമ്മൾ അറിയുന്ന കാര്യങ്ങളൊന്നും വായിച്ചതൊക്കെ വെച്ച് നമ്മളിങ്ങനെ പറയും. സസ്പെൻസ് ഇതായിരുന്നു, സാറിൻ്റെ അച്ഛൻ രാമകൃഷ്ണ പണിക്കർ, അദ്ദേഹം പിന്നെ എം ടിയുടെ അധ്യാപകനായിരുന്നു, കെമിസ്ട്രി അധ്യാപകനായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല എം ടി ആ വേദിയിൽ വെച്ച് ആദരിക്കുന്നത് എം ടിയുടെ തന്നെ അധ്യാപകനായിട്ടുള്ള സാറിന്റെ അച്ഛൻ കയറി വരുന്നു എന്ന് ആദ്യം അനൗൺസ് ചെയ്യാതെ പറഞ്ഞ സന്ദർഭത്തിൽ അതൊക്കെ ഞാൻ വല്ലാതെ കാണും. ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെയുള്ള രാഷ്ട്രീയ എല്ലാ തിരക്കുകൾക്കിടയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടന്ന സാറിന്റെ സാന്നിധ്യം അവരുടെ എല്ലാവരുടെയും ഞാൻ ഓരോരുത്തരും പറയും. ബാലേന്ദ്ര സാർ ഉൾപ്പെടെ, ശ്രീകുമാർ ഉൾപ്പെടെ നമ്മുടെ ഒരുക്കുന്ന കേന്ദ്ര ജീവനക്കാരുടെ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവാണ് ശ്രീകുമാർ. BSNL എന്ന് പറയുമ്പോൾ PNT പ്രസ്ഥാനത്തിന്റെ ഭാഗം തന്നെയാണ്. ഞങ്ങളിപ്പോഴും കമ്പ്യൂട്ടർ തൊഴിലാളി പ്രസ്ഥാനം മഹത്തായ പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ആ സംഘടനയുടെ കേരളത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ്, അവർക്കൊക്കെ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ മോഹനം മാഷ്, ഷാഫി മാഷ് സംസ്ഥാന ജീവനക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഹംസാക്ക ഉൾപ്പെടെ വന്നവരും ഇനി എത്തുന്ന ആളുകളുണ്ടായിരിക്കും. ഞാനതൊക്കെ കാണുന്നത് പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള നമ്മുടെ ജീവനക്കാർക്കുള്ള തപാൽ ജീവനക്കാരോടൊക്കെ ഉള്ള ഒരു പ്രത്യേക സ്നേഹവും അതിൻ്റെ ഭാഗമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ മുഴുകി പോകാൻ കഴിഞ്ഞു എന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിരന്തരമായ സമരങ്ങളിലൂടെ മാത്രമാണ് തപാൽ ജീവനക്കാർ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലുള്ളൂ. വെറുതെ ഇരുന്നിട്ട് ഒന്നും നേടിയിട്ടില്ല. ഔദാര്യമായിട്ട് ആരും ഇതുവരെ ഒന്നും തന്നിട്ടില്ല. ചരിത്രം അതാണ്. ഞാനൊക്കെ ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാറുള്ളൊരു മുദ്രാവാക്യമുണ്ട്. 57 നൈനിറ്റാളിൽ ഉറപ്പ് നേടിയ മിനിമം കൂലി നേടിയെടുക്കാൻ 68 ജീവത്യാഗം ചെയ്തവരെ, ധീര രക്തസാക്ഷികളെ. ഒന്നുമില്ലാതിരുന്നൊരു കാലത്ത് ശമ്പള കമ്മീഷനില്ല, ക്ഷാമബത്തയില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല, ബോണസ് ഇല്ല, ഒന്നുമില്ലാതൊരു കാലത്ത് ഒരുപക്ഷെ സ്വയം ഒന്നും അനുഭവിക്കാൻ കഴിയാതെ വരും തലമുറയ്ക്ക് വേണ്ടി പോരാടി എല്ലാം പൂർണ്ണമല്ലെങ്കിലും വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന ആളുകളെ ഈ സന്ദർഭത്തിലെങ്കിലും ഞാൻ കൂടുതലായി സ്മരിക്കുകയാണ്. അതിന്റെ ഭാഗമായി വലിയ പ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെക്കാൾ പ്രവർത്തിച്ച ആളുകളുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു സൗകര്യം ഞാൻ കാണുന്നത്, ഞാനൊക്കെ സർവീസിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ 82 സർവീസിൽ എൻ്റെ മുന്നിൽ ഇവിടെ സൂപ്രണ്ടുമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന സുധാകരൻ സാർ ഇരിക്കുന്നുണ്ട്, സുരേഷ് സാർ ഇരിക്കുന്നുണ്ട്, നാരായണൻകുട്ടി സാർ ഇരിക്കുന്നുണ്ട്. ചിലരൊക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട CPM കഴിഞ്ഞ 2 ദിവസം മുന്നേ ചേംബറിൽ വിളിച്ച് സംസാരിച്ചു. ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കാണുന്ന ഒരു കാര്യം, ഈ സംഘടനയും ഈ ജീവനക്കാരുടെ ശക്തിയും ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പല കാരണങ്ങൾ കൊണ്ടും ബ്യൂറോക്രാറ്റുകൾ എന്നൊക്കെ നമ്മൾ പറയും, അധികാരി വർഗത്തിൽ സാറിനെതിരെയൊക്കെ മുതലാക്കി നമ്മൾ വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ വിളിക്കുമ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. കാരണം ഈ സ്ഥാപനം ഇപ്പൊ ഡീറക്ടറൈസ് ചെയ്ത് ഞങ്ങളുടെ സംഘടന, ഞാനത് വിശദീകരിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ 3 കാരണം പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ചീഫ് പോസ്റ്റ്, കുറച്ച് ജീവനക്കാരുള്ളതുകൊണ്ടാണ് പറയുന്നത്, ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കണ്ടപ്പോൾ, അൺഫോർച്ചുനേറ്റ്ലി ഡ്യൂറിംഗ് യുവർ പീരിയഡ് യുവർ ഓർഗനൈസേഷൻ ഹാസ് ബീൻ ഡീറെക്കഗ്നൈസ്ഡ്. അൺഫോർച്ചുനേറ്റ്ലി ഉപയോഗിച്ച വാക്കാണ്, സാറ് പറഞ്ഞാണ്. അതുകൊണ്ട് കുറെ ഫോർമൽ മീറ്റിംഗ് ഇപ്പൊ അടുത്ത് വന്നൊരു CPM. നോക്കൂ, നിങ്ങൾ 3 കാരണമാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ 50,000 രൂപ CITU-വിന് സംഭാവന കൊടുക്കുന്നതാണ്. നമ്മുടെ അടക്കമുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, CITU-വിന് ഞങ്ങൾ സംഭാവന കൊടുത്തിട്ടില്ല. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയന്റെ അഫിലിയേഷൻ ഫീസ് ഞങ്ങൾ CITU മുഖാന്തരമാണ് കൊടുത്തത്. കൃത്യം ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട്. അത് പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, പട്ടിണി കിടക്കുന്നതിന് വേണ്ടി അന്നം മുടങ്ങാതിരിക്കാൻ എന്തുണ്ടായി? വലിയൊരു സമരം നടന്നു. ലോകം മുഴുവൻ ശ്രദ്ധിച്ച കർഷക സമരം. ആ സമരത്തിനോട് ഹൃദയം ചേർത്ത് വെക്കാത്തവരാരുമില്ല. ഒരു ചെറിയ ഐക്യദാർഢ്യം, ഞങ്ങൾ 30,000 രൂപ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഞങ്ങളുടെ ഘടക സംഘടന. അത് വാങ്ങിച്ച് അത് കൊടുത്തത് കേന്ദ്ര ജീവനക്കാരുടെ കോൺഫെഡറേഷൻ വഴിയാണ്. അത് പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണെന്ന് പറയുക. ഇനി കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ഇപ്പോൾ പുസ്തകം വായിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടക്കും. ഡൽഹിയിലെ AKG ഭവനിലെ CPIM-ന്റെ ആഫീസിനോട് ചേർന്നൊരു പുസ്തകശാലയിൽ
എത്ര പേര് അത് ശ്രമിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല. അവിടെ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി സംഘടനയുടെ അന്നത്തെ ഭാരവാഹി 4950 രൂപയുടെ പുസ്തകം പർച്ചേസ് ചെയ്തു. കോവിഡ് കാലം വരെ, കോവിഡ് കാലമായപ്പോൾ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണല്ലോ വന്നത്. അത് ഓൺലൈൻ ട്രാൻസാക്ട് ചെയ്തപ്പോൾ അവരുടെ CPI-യുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്കാണ് പോയത്. അത് പൊളിറ്റിക്കൽ ഫണ്ട്. പുസ്തകം വാങ്ങി, നമ്മൾ പുസ്തകം വാങ്ങുന്നത് ആര് പുസ്തകം നടക്കുന്നു നോക്കിയിട്ടല്ലേ. ഞാനതൊന്ന് വിശദീകരിക്കുക. ഈ 3 കാരണം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ബഹുമാനപ്പെട്ട റാഞ്ചിയിലെ ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി കേസിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട്, വെദർ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പൊളിറ്റിക്കൽ ഫണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി പറയാം. സാറ് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കേശവൻ നായർ ഇരിക്കുന്നുണ്ട്. സാറിന് മനസ്സിലാവുന്നത് കൂടുതൽ മനസ്സിലാവും നിയമവിദഗ്ധന്മാർക്ക്. ഇതൊക്കെ പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് ഡൽഹി ഹൈക്കോടതി ഒരു കാര്യം കൂടെ ചോദിച്ചു, കേസ് ഡിസ്പോസ് ആയിട്ടില്ല, ഇതൊക്കെ പൊളിറ്റിക്കൽ ഫണ്ടിങ് ആണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് രേഖയാണെന്ന് ഡിപ്പാർട്ട്മെന്റിനോട് അല്ലെന്ന് തെളിയിക്കാൻ നമ്മളോട് പറഞ്ഞു. ഇങ്ങനെ കിടക്കുക. ഏതായാലും ബഹുമാനപ്പെട്ട റാഞ്ചി ഹൈക്കോർട്ട്, ക്യാപിറ്റൽ ഹൈക്കോർട്ട് സ്റ്റേ വന്നു. ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ കെട്ടകാലത്തെ കുറിച്ച് പറഞ്ഞത്. ഒരു ഹൈക്കോടതി ജൂറിസ്ഡിക്ഷനപ്പുറം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ജനറൽ ഇറക്കിയ ഒരു ഉത്തരവ്, സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇറക്കിയ ഒരു ദാറ്റ് ഓർഡർ ഇറ്റ്സെൽഫ് സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ സ്റ്റേ ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞ നമ്മുടെ അനുഭവം അതാണ്. അതുകൊണ്ട് ഈ കെട്ടകാലം എന്നൊക്കെ പറയുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചും എല്ലാവർക്കും പൊതുവായി ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പൊ അതിനെതിരെ ഓർഗനൈസേഷണൽ ആയിട്ടുള്ള ഫൈറ്റും ലീഗൽ ഫൈറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എന്നെ പോലുള്ള ഒരു പ്രവർത്തകൻ ഈ സംഘടനയിൽ നിന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ സർവീസിൽ നിന്ന് പോരുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ പോസ്റ്റൽ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി, അത് അനിവാര്യമാണ്. ഒരു കാലത്തും മാറ്റത്തിനെതിരായി നമ്മുടെ സംഘടന നിന്നിട്ടില്ല. ടെക്നോളജി എന്ന് സ്വീകരിക്കുന്നു, ഓൺലൈൻ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളൊക്കെ സർവീസിൽ വരുമ്പോൾ അത്തരം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എൻ്റെ മക്കളുടെ പ്രായമുള്ളവർ സർവീസിൽ കടന്നു വരുമ്പോൾ ടെക്നോളജിയൊക്കെ അവരുടെ വിരൽത്തുമ്പിലാണ് അല്ലേ. പക്ഷേ സാറിനൊക്കെ അറിയാം, ഞങ്ങൾ സർവീസിൽ വരുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറൊന്നും പഠിക്കാത്തവരാണ്. പോസ്റ്റ് ഓഫീസിൽ ഇത് ആദ്യം കൊണ്ടുവയ്ക്കുമ്പോൾ ഭയാശങ്കയോടുകൂടി അടുക്കണ്ടേ നോക്കിയിരുന്നപ്പോൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ സാറിനൊക്കെ അറിയാം അതിലേക്ക് കുറച്ചൊക്കെ അടുക്കാൻ ശ്രമിച്ചു. അതിപ്പോ ഗുണമായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2 മണിക്കൂർ കൊണ്ടും 3 മണിക്കൂർ കൊണ്ടും ചെയ്യുന്ന ജോലി 10 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ടും എൻ്റെ പിന്തുണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ ചെയ്യുന്നത് അസൂയയോടെ നോക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പഴയതെല്ലാം നല്ലതാണെന്നും പുതിയതെല്ലാം മോശമാണെന്നും ചിലരെങ്കിലും പറയാറില്ല. പണ്ടൊക്കെ വലിയ കേമായിരുന്നു, ഇപ്പൊ ഒക്കെ മോശമാണ്. അങ്ങനെ നിങ്ങൾ ധരിക്കേണ്ടതില്ല. സംഘടനാ രംഗത്തും അങ്ങനെ കാണുന്നില്ല. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ സംഘടനയായാലും ഓഫീസുള്ള പ്രവർത്തനമായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അതൊരു പ്രധാനമാണ്. ഒരു സംഘടനയും പുതിയ പ്രശ്നങ്ങളെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും 2 വാക്ക് അധ്യക്ഷന് വേണ്ടി ഞാൻ പറയുകയാണ്. ഞാൻ പിന്നെ സംസാരിക്കാം, അതോടെ കഴിഞ്ഞിട്ട് ശ്രീധരേട്ടനുണ്ട്, കേശവൻ നായരുണ്ട്. 2 വാക്ക് പറയണം. ഞാൻ അതിന് ശേഷം പറയാം. ഇതിന്റെ മറുപടി ആയിരുന്നു. അതാണ് ഇതിന്റെ ഉചിതമായിട്ടുള്ള കാര്യം. കുഴപ്പമില്ല, പെർമിഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാറ്റത്തിനിടയിൽ പഴയ തരത്തിലുള്ള ഒരു സർവീസും പുതിയ മാറ്റത്തിനിടയിൽ ഒരു സർവീസിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് രണ്ടും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭാഗമാണ് എൻ്റെ തലമുറയിൽപ്പെട്ടവരും ഈ കാലയളവിൽ സർവീസിൽ വിരമിച്ചവരുമൊക്കെ. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, അധിക പ്രസംഗിയാണെന്ന് പലപ്പോഴെങ്കിലും പലർക്കും തോന്നിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അധികം പ്രസംഗിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളടക്കം സ്വാഭാവികമാണ്, ഈ സംഘടനയുടെ യാത്രയൊക്കെ നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾ വരും, അവർ സംസാരിക്കും. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഈ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ വളരെ പ്രധാനമാണ്. ഞാനതിനെ ആലങ്കാരികമായിട്ടൊന്നും കാണുന്നില്ല. അത് ഈ ഒരു പിന്തുണത അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തപാൽ വകുപ്പിന്റെ ഒരു ഭാഗമായിട്ടുള്ള എൻ്റെ ശ്രീമതിയും ഇവിടെ ഉള്ളടക്കം സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അറിഞ്ഞുകൊണ്ട് ജീവിച്ചിട്ടുള്ളൊരു കുടുംബമാണ് ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മളാരെങ്കിലും ആവശ്യപ്പെട്ട് ചെയ്താണെന്ന് തോന്നുന്നില്ല. ഏറ്റവും കൃത്യമായിട്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നൽകിയിട്ടുള്ള ഒരു
പിന്തുണ എന്ന് ഞാൻ പറയാൻ പാടില്ല, എന്നാൽ ഒരു എന്താ പറയാ, വല്ലാത്തൊരു അന്തരീക്ഷം ആ കാര്യത്തിൽ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് ഞാൻ അവരോട് നന്ദി പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മറക്കുന്നില്ല. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നത് ഒരുപാട് നല്ല വാക്കുകൾ എനിക്ക് തോന്നുന്നു പറഞ്ഞ നല്ല വാക്കുകളെക്കാൾ എത്രയോ മനോഹരമായ മധുരമായ വാക്കുകൾ പറയാൻ ബാക്കി ഉണ്ടാകും അല്ലേ. അത് അവരൊക്കെ പറഞ്ഞത് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണെന്ന് തന്നെ ഞാൻ കാണുകയാണ്. അതിപ്പോൾ മറ്റു രീതിയിൽ പോകുന്നില്ല. പിന്നെ എന്തൊക്കെയോ ആകാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാനത് പറയാൻ പോകുന്നത് ശരിയല്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് 60 വയസ്സായി തോന്നുന്നു. ഇവരെയൊക്കെ കണ്ടാലും തോന്നുന്നില്ല. അപ്പൊ അതിന്റെ സീക്രട്ട് എന്താണെന്ന് പലർക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ അതല്ല, അത് അങ്ങനെയല്ല. അത് പിന്നെ പ്രായം എന്ന് പറയുന്നത് ഞാൻ പെൻഷൻ സംഘടനകളോട് ഞാൻ പറയാറുണ്ട്. ഞാൻ ANTOസിൽ ഇപ്പൊ 10 കൊല്ലം മുന്നേ അവിടെ പൂർണ്ണമായി അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. യാത്രയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വരുന്നുള്ള BSNL പോസ്റ്റ് ഒക്കെ പെൻഷൻകാരിങ്ങനെ ഓടി വരും. അവിടെ കുറെ ഷോൾ ഇങ്ങനെ കട്ടി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോഴേ. അപ്പൊ അതിൽ ഒരു ദിവസം അന്നൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് 65 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഒന്ന് ആദരിക്കാൻ പോകും. ചാത്തമാഷൊക്കെ ഇരിക്കുന്നില്ല. എന്റെ കൂടെ ഞാൻ ഡിവിഷൻ സെക്രട്ടറി ആയിട്ട് വരുമ്പോ എന്റെ ഡിവിഷൻ പ്രസിഡന്റ് ആയിരുന്നു ചാത്തമാഷ്. ഞങ്ങളൊക്കെ എത്രയോ ഓഫീസർമാരെ, സാർമാരെ ക്ഷമിക്കണം, എത്രയോ ഓഫീസർമാരെ അതിന്റെ മുന്നിൽ ചെന്ന് നിന്ന് പിന്നെ അരച്ചമാരെയും നിർത്താനും എന്റെ തൊട്ട് മുന്നിൽ ഒപ്പമുണ്ടായിരുന്നത് നേതാക്കന്മാർ. ചാത്തമാഷ് ഇത്ര കടുത്ത വാക്കുകളൊക്കെ പറയുന്നത് ഞാൻ അപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്നെയും അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചു. അത് ഗുണമുണ്ടായിട്ടുണ്ട് ജീവനൊക്കെ. ഞാൻ പറഞ്ഞത് അതല്ല. അപ്പൊ അന്നൊക്കെ ആദരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ 65 വയസ്സായ ആളുകളെയൊക്കെ ആദരിക്കാൻ തീരുമാനിക്കും പെൻഷൻകാർ. അപ്പൊ ഷോളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഈ 65 വയസ്സ് പറഞ്ഞ് അധികം ആദരിക്കണ്ട. കാരണം ഇത് എണ്ണം കൂടുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ എണ്ണം കൂടുന്നുണ്ട്. നമുക്കത് 70 ആക്കി മാറ്റിയാൽ അങ്ങനെ ഇവര് പിന്നെ 70 വയസ്സാണ്. ഞാനല്ല, 70 വയസ്സുകാർ ആദരിക്കാൻ വേണ്ടി പോകുന്നത് കാണാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ബർത്ത്ഡേ വരുമ്പോഴാണ് കേട്ടോ. വീട്ടിൽ പോയി ആദരിക്കും, ഈ ഷാൾ അണിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് പണി സൂക്ഷിക്കും. അത് പിന്നീട് 75. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതില്ലേ മൗനഭാഷ ഒരു 80 കഴിഞ്ഞ പോലെ ആദരിച്ചാൽ മതി എന്നിപ്പോ അവർ തീരുമാനിച്ചിട്ടില്ല. അതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കും. അതിന് 85 ആകും, ചിലപ്പോൾ 90 ആകും. കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻകാരുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 212 പേര് 100 വയസ്സ് കഴിഞ്ഞവർ ഈ മേഖലയിൽ ഉണ്ടെന്ന് കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഓരോ പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടില്ല. ഒരു കാര്യോടെ പറഞ്ഞാൽ നിർത്താം. നമ്മൾ ഈ പെൻഷനൊക്കെ ആയിട്ട് പോകുമ്പോൾ പെൻഷൻ ആവുക എന്നാണ് പറഞ്ഞത്. പെൻഷൻ പറ്റിപ്പോവാന്ന് പറയും. 2004 ശേഷം സർവീസിൽ വന്ന എൻ്റെ പ്രിയപ്പെട്ടവർ പെൻഷൻ ആവുക എന്ന് പറയാൻ പറ്റും. എനിക്ക് 2004 മുമ്പ് സർവീസിൽ വന്നതായതുകൊണ്ട് പഴയ പെൻഷൻ നിയമം അനുസരിച്ചുള്ള അവസാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായിട്ട് ലഭിക്കുന്നത്. ഇന്നലെ എൻ്റെ പെൻഷൻ ഓർഡർ വന്നു. അപ്പൊ അതിൽ കാണുന്നുണ്ട് 50%, 50% ഓഫ് യുവർ ലാസ്റ്റ് ബേസിക്. പക്ഷേ സ്റ്റാഫ് മാർഷൽ ജോലി ചെയ്യുന്ന മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര സംസ്ഥാന മേഖലയിലൊക്കെ 2003 കൊണ്ടുവന്നിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ ഉള്ളവർക്ക് അങ്ങനെ ഒരു ഓർഡർ കൊടുക്കാൻ പറ്റും ഇല്ലേ? അങ്ങനെ ഒരു പെൻഷൻ സംവിധാനമില്ല. പകരം കൊണ്ടുവന്ന ന്യൂ പെൻഷൻ സ്കീം നോ പെൻഷൻ സ്കീമാണ്. അതാണ് ഇപ്പോഴത്തെ നാഷണൽ പെൻഷൻ സിസ്റ്റം. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ പെൻഷൻ ഇല്ലാതാകുന്നു, നിലവിലുള്ള പല ആനുകൂല്യങ്ങളും ഇല്ലാതാകുന്നു. ഇതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങളല്ലാതെ നമുക്ക് മാർഗമില്ല. അത്തരം സമരമുഖങ്ങളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രവർത്തകനായ നിലകൊണ്ട ഞാൻ എല്ലാ കാലത്തും ഉണ്ടാകും. അതോടൊപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു കനൽ ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ ഒരു കനലുണ്ടെങ്കിൽ ആ കനല് കെട്ടുപോകാതിരിക്കാൻ മരണം വരെ നാം ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായി പറ്റാവുന്ന ഇടപെടലുകളും ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. അത് എവിടെ നിൽക്കണം, എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ, ആ ദിശാബോധത്തിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഒക്കെ സ്വീകരിച്ചത് കൊണ്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റും അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ സ്ഥാനമാനങ്ങളൊന്നുമല്ല കാര്യം. നമ്മുടേതായ എളിയ ഒരു സംഭാവന പ്രവർത്തനം അതിലുണ്ടാകുമെന്ന് 100% ഉറപ്പിച്ചു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എനിക്ക് പിന്നെ സമര പദങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ കരിവള്ളൂർ മുരളിയുടെ ഒരു കവിതയിലെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. 2 വരി എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ പാതകളൊക്കെ ചുവന്നതായി മാറുന്നത്, സമരമുഖരിതമായി മാറുന്നത്, അതുമായി യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ പോരാടി നമുക്ക് മരിച്ചവരെയൊക്കെ
ഓർക്കുന്ന 2 വരിയാണത്. അത് മാത്രം ചൊല്ലിക്കൊണ്ട് ഞാൻ നന്ദി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങോട്ടുള്ള ഒരു ഇഷ്ടം നിങ്ങൾ കാണിച്ചല്ലോ, അതിലിരട്ടി ഇഷ്ടം ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ശ്രീമതിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ കുടുംബാംഗങ്ങൾ പോലും ഇതൊരു ഭാഗമായിട്ട് കണ്ട് പ്രായമുള്ള ആളുകളാണ്. എൻ്റെ സഹോദരനുണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അത് ഇതുപോലും ഒരു കുടുംബം ആയിട്ട് കാണാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പലരെയും വിട്ടുപോയിട്ടുണ്ട്. ഈ മുൻവരിയിരിക്കുന്ന കുഞ്ചേട്ടനെ പോലെയുള്ള ആളുകൾ ഞങ്ങളെയൊക്കെ നയിച്ച് മുന്നോട്ട് പോയ ആളുകളാണ്. അവരൊക്കെ എല്ലാം മറന്നുകൊണ്ട് സംഘടനയ്ക്ക് അപ്പുറത്ത് സംഘടന നോക്കിയിട്ടൊന്നല്ല ആളുകളോട് വന്നത്. ഒരു പക്ഷേ ഈ സംഘടനയുടെ ഭാഗമാവാതെ ഔദ്യോഗിക കാലത്ത് നിന്നവർ പോലും വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടി പങ്കെടുക്കാനും ഈ സൗഹൃദം പങ്കുവയ്ക്കാനും വന്നു എന്നുള്ളത് അവരോട് പ്രത്യേകം ഇഷ്ടം. ഓഫീസർമാരായിരുന്ന ആളുകൾ വന്നു. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കവിതയിലെ 2 വരി താളുകൾ പരിചിതമാണ്. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമര കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ വിരിച്ച സമരപാതയിലൂടെ നമുക്ക് മുന്നേറാം. അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡിവിഷൻ യൂണിയനിലെ ഭാരവാഹികൾ, അവരാരും ഇവിടെ സംസാരിച്ചിട്ടില്ല, അവരാണ് ഈ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ 31 റിട്ടയർ ചെയ്ത് ചെറിയ ചെറിയ പരിപാടികൾ സ്വാഭാവികമാണ്. ഇതൊക്കെ എനിക്ക് മാത്രം നടക്കുന്ന കാര്യമില്ല. ഇവിടെ ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ എത്തുന്നത്. വന്നപ്പോൾ പിന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് ഇങ്ങനെ ഒത്തുചേരാം എന്ന് തീരുമാനിച്ച ഇവിടുത്തെ സംഘടനാ ഭാരവാഹികളെ, എനിക്ക് ഏറ്റവും ആദരവുള്ള ഗുരുതുല്യരായി കാണുന്ന ആളുകളെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു സദസ്സും നമ്മുടെ പരിപാടിയും സമ്പന്നമാക്കിയ, ഏറെ ഇഷ്ടം കാണിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് കാണാം. അഭിവാദ്യങ്ങൾ.